അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസിന ബിറുദല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ് നമസ്കാരം എന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല വലിയ സ്ഥാനമാണ് പരിശുദ്ധ ഇസ്ലാമിൽ നമസ്കാരത്തിന് കൊടുത്തിട്ടുള്ളത്. തലയില്ലെങ്കിൽ മനുഷ്യനില്ല എന്ന് പറഞ്ഞതുപോലെ നമസ്കാരമില്ലാത്ത ഒരുവനും യഥാർത്ഥമായ ദീനില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നമസ്കാരമില്ലാത്തവൻ നമ്മിൽ പെട്ടവനല്ല എന്ന്. അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു തആല ആദ്യമായി ചോദ്യം ചെയ്യുന്ന വിഷയം അത് നമസ്കാരത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരിക്കലും ജീവിതത്തിൽ നിങ്ങൾ നിസ്കാരം ഒഴിവാക്കരുത്. ജീവിതത്തിൽ എന്ത് തന്നെ അത്യാവശ്യ കാര്യങ്ങളും ജോലികളും തിരക്കുകളും ഒക്കെ ഉണ്ടെങ്കിലും നമസ്കാരം കഴിഞ്ഞിട്ട് മാത്രം അതിലേക്കൊക്കെ നീങ്ങിയാൽ മതി. എന്നാൽ നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കണമെങ്കിൽ, അതിന് അർഹമായ പ്രതിഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ അത് യഥാർത്ഥ നമസ്കാരമായി തീരണം. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വർഗം ലഭിക്കാൻ വേണ്ടിയിട്ട് നമസ്കരിക്കുന്നതിന് പകരം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുക നരകമായിരിക്കും. ഈ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഊനിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കണമെങ്കിൽ നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ നമസ്കാരത്തിലായിരിക്കണം. നമുക്കറിയാം, ഇന്ന് ധാരാളം ആളുകളുടെയും പ്രശ്നവും ഇതാണ്. നമസ്കരിക്കുന്ന സമയത്തായിരിക്കും അവർക്ക് പല കാര്യങ്ങളും പല ചിന്തകളും അവർക്ക് ഓർമ്മയിൽ വരിക. ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതൊക്കെയും തീരുമാനിക്കൽ നമസ്കാരത്തിലാണ്. മാത്രമല്ല, മറന്നുപോയ വർഷങ്ങൾക്ക് മുമ്പുള്ള പല കാര്യങ്ങളും ഓർമ്മയിൽ വരൽ അത് നമസ്കാരത്തിലാണ്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, നമസ്കാരത്തിൽ അശ്രദ്ധ വരുത്തുന്ന ആളുകൾക്കും ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് നമസ്കരിക്കുന്ന ആളുകൾക്കുമാണ് അല്ലാഹു സുബ്ഹാനഹു തആല ദുനിയാവിലും ആഖിറത്തിലും വലിയ നാശം വിതക്കുക. അതുകൊണ്ട് നമസ്കാരത്തിൽ ശ്രദ്ധ വരുത്താതെ ദുനിയാവിലെ പല കാര്യങ്ങളും ഓർത്തുകൊണ്ട് നമസ്കരിച്ചാൽ ഒരിക്കലും ആ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, എന്നെ സ്മരിക്കാൻ വേണ്ടിയിട്ട്, എന്നെ ഓർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമസ്കാരം നിലനിർത്തുക എന്നാണ്. എന്നാൽ നാം എല്ലാവരും ദുനിയാവിലെ പല കാര്യങ്ങളും ഓർക്കാറുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആലയെ നമസ്കാരത്തിൽ ഓർക്കുന്നത് വളരെ കുറച്ച് സമയം മാത്രമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഒരു മനുഷ്യൻ നമസ്കരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ ആ മനുഷ്യൻ ആ നമസ്കാരം നിർവഹിച്ചത് അതിനനുസരിച്ചായിരിക്കും അല്ലാഹു സുബ്ഹാനഹു തആല അതിന് പ്രതിഫലം നൽകുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിൽ വിവരിച്ചത് ഇപ്രകാരമാണ്. ചില ആളുകൾ നമസ്കരിക്കും. അവരുടെ നമസ്കാരത്തിലുള്ള ശ്രദ്ധയും സൂക്ഷ്മതയുമൊക്കെ നോക്കിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ചില ആളുകൾക്ക് 10-ൽ 1, 9-ൽ 1, 8-ൽ 1, 7-ൽ 1 ഇത്തരത്തിലാണ് അല്ലാഹു അവർക്ക് പ്രതിഫലം നൽകുക. അതുകൊണ്ട് എല്ലാവരും നമസ്കാരത്തെ നന്നാക്കുക. നമസ്കാരത്തിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അല്ലാഹുവിനെ മാത്രം ഓർക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. എങ്കിൽ മാത്രമേ ആ നമസ്കാരം യഥാർത്ഥ നമസ്കാരമായി തീരുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നമസ്കരിച്ച നമസ്കാരം നമ്മുടെ മുഖത്തേക്ക് തന്നെ അല്ലാഹു വലിച്ചെറിയും. അല്ലാഹു സുബ്ഹാനഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ.
ഇനി നമുക്ക് നമസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഹദീസിൻ്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾ നമസ്കാരത്തിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിൽ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധ കിട്ടും. അതിൽ ഒന്നാമത്തേത്, നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് സുജൂദിലേക്ക് തന്നെ നമ്മൾ നോക്കുക. മറ്റുള്ള സ്ഥലത്തേക്കൊന്നും നോക്കാതെ സുജൂദിലേക്ക് തന്നെ നമ്മൾ നോക്കിക്കൊണ്ട് നമസ്കരിക്കുക. ഒരു മനുഷ്യൻ്റെ നോട്ടമാണ് ആ മനുഷ്യൻ്റെ മനസ്സിലേക്ക് പല പല ചിന്താഗതികളും ക്ഷണിച്ചു വരുത്തുന്നത്. നാം ഒരു വസ്തുവിലേക്ക് നോക്കിയാൽ ആ വസ്തുവിനെക്കുറിച്ചുള്ള ചിന്താഗതികളായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് കയറി വരിക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിർബന്ധമായിട്ടും നിങ്ങൾ ഇന്നു മുതൽ തന്നെ നമസ്കരിക്കുന്ന സമയത്ത് സുജൂദിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നമസ്കരിക്കുക. ഇനി നമസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ നീ ആരാധനയർപ്പിക്കുക എന്ന്. അള്ളാഹുവിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ സദാസമയവും വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് നമസ്കരിക്കുന്ന സമയത്ത് വേണം. അല്ലാത്ത സമയത്തുമൊക്കെ നമുക്ക് വേണം ആ ചിന്താഗതി. ഒരു ഹദീസിൽ കാണാം, ഒരു അടിമ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് എണീറ്റ് നിന്നാൽ അവൻ എണീറ്റ് നിൽക്കുന്നത് റഹ്മാനായ അള്ളാഹുവിൻ്റെ മുന്നിലാണ്. എന്നാൽ ആ സമയത്ത് അവൻ്റെ ചിന്ത മറ്റു വസ്തുക്കളിലേക്ക് പോയാൽ അള്ളാഹു സുബ്ഹാനഹു തആല അവനോട് ചോദിക്കും, നീ എങ്ങോട്ടാണ് ശ്രദ്ധ തിരിക്കുന്നത്? എന്നേക്കാൾ ഉത്തമരായ ആളുകളിലേക്കാണോ നീ ശ്രദ്ധ തിരിക്കുന്നത് എന്ന് ചോദിക്കും. എന്നിട്ട് വീണ്ടും അള്ളാഹു പറയും, നീ എന്നിലേക്ക് ശ്രദ്ധ തിരിക്കൂ എന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു അടിമ നമസ്കരിക്കുന്ന സമയത്ത് അള്ളാഹുവുമായിട്ട് അഭിമുഖ സംഭാഷണമാണ് നടത്തുന്നത്. അതുകൊണ്ട് നമസ്കരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ സന്നിധാനത്തിലാണ്, അള്ളാഹുവിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ഇനി മൂന്നാമത്തെ കാര്യം, നമസ്കരിക്കുന്ന സമയത്ത് പല പല ചിന്താഗതികൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അത് ശൈത്താൻ, അത് ഇബ്ലീസിൻ്റെ പിയപ്പിക്കലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിൽ നിന്നും ഉണരാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യൻ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് കൈകെട്ടുമ്പോൾ പിശാച് അവൻ്റെ അരികിൽ വന്ന് അവനോട് പറയും, നീ ഇന്ന കാര്യം ഓർക്കുക, നീ ഇന്ന കാര്യം ഓർക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പിഴപ്പിച്ചുകൊണ്ട് നമസ്കാരത്തിൽ നിന്നും അവൻ്റെ ശ്രദ്ധ മാറ്റി അവൻ നിസ്കരിച്ചതുപോലും അവനിക്ക് ഓർമ്മയില്ലാത്ത രൂപത്തിൽ ആക്കി തീർക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഇനി നമസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തന്ന നാലാമത്തെ കാര്യം, നമസ്കരിക്കുന്ന സമയത്ത് ഞാൻ പടച്ച റബ്ബിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. എൻ്റെ വലതുഭാഗത്ത് സ്വർഗമാണ്, എൻ്റെ ഇടതുഭാഗത്ത് നരകമാണ്. ഞാൻ നിൽക്കുന്നത് സിറാത്ത് പാലത്തിലാണ്. എൻ്റെ പിന്നിൽ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ റൂഹ് പിടിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. ഇങ്ങനെയൊരു ചിന്ത നമസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ നമസ്കാരത്തിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഇനി നമസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാനുള്ള അഞ്ചാമത്തെ കാര്യം, നമസ്കരിക്കുന്ന സമയത്ത് ഇത് എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമാണ് എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാക്കി തീർക്കുക. ഞാൻ അടുത്ത നമസ്കാരത്തിന് ഈ ലോകത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഞാൻ മരണപ്പെട്ടു പോയേക്കാം എന്ന ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടായാൽ മനുഷ്യൻ പരമാവധി അവൻ്റെ നമസ്കാരം നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. അതായത് നമസ്കാരത്തിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധ കിട്ടാൻ കാരണമാകും എന്ന്. ഉദാഹരണം പറയുകയാണെങ്കിൽ, തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരു മനുഷ്യൻ
അവന് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് കൊടുത്താൽ അവൻ പിന്നീട് നമസ്കരിക്കുന്ന നമസ്കാരം വലിയ ശ്രദ്ധാപൂർവമായിരിക്കും. അവൻ്റെ മനസ്സിൽ ദുനിയാവിലെ മറ്റു ചിന്താഗതികളൊന്നും തന്നെ വരില്ല. അവൻ്റെ മനസ്സിൽ അല്ലാഹു മാത്രമായിരിക്കും ഉണ്ടാകുക. എന്നതുപോലെ നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് ഇത് എൻ്റെ അവസാനത്തെ നമസ്കാരമാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് നല്ല ഭംഗിയായി നല്ല ശ്രദ്ധാപൂർവം അല്ലാഹുവിനെ മാത്രം മനസ്സിൽ കരുതി നമുക്ക് നിസ്കരിക്കാൻ സാധിക്കും. ഇനി നമസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാനുള്ള ആറാമത്തെ കാര്യം, ഫർള് നമസ്കരിക്കുന്നതിന് മുമ്പേ സുന്നത്ത് നമസ്കരിക്കുക എന്നതാണ്. അതിലൂടെ നമുക്ക് ഫർള് നമസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. എന്തെങ്കിലും കച്ചവടം ചെയ്യുന്ന മനുഷ്യനാണെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്യുന്ന മനുഷ്യനാണെങ്കിലും ദുനിയാവിലെ എന്ത് തന്നെ പ്രവൃത്തി ചെയ്യുന്ന ആളാണെങ്കിലും പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേട്ട് പള്ളിയിൽ പ്രവേശിച്ച് നമസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് അവനിക്ക് അത്തരത്തിലുള്ള ചിന്തകളായിരിക്കും മനസ്സിൽ വരിക. എന്നാൽ സുന്നത്ത് നമസ്കരിക്കുന്നതിലൂടെ ഒരു പരിധിവരെ അത്തരത്തിലുള്ള ചിന്താഗതികളെല്ലാം മാറിക്കിട്ടും. അതുകൊണ്ട് തന്നെ ഫർള് നമസ്കാരത്തിൽ നല്ലതുപോലെ ശ്രദ്ധ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് നമസ്കാരം യാഥാർത്ഥ്യമാക്കി തീർക്കണം. എങ്കിൽ മാത്രമേ അല്ലാഹുവിൻ്റെ അടുക്കൽ അത് സ്വീകാര്യയോഗ്യമായി തീരുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, നമസ്കരിക്കുന്ന സമയത്ത് ഭയഭക്തിയോടുകൂടി അല്ലാഹുവിൽ ഭയന്നുകൊണ്ട് അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന മുഅ്മിനീങ്ങളായ മനുഷ്യർ വിജയിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെയുള്ള യഥാർത്ഥമായ നമസ്കാരം നിർവഹിക്കുന്ന മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നാമെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ മാത്രം ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് നല്ല ശ്രദ്ധയോടുകൂടി നമസ്കരിക്കാൻ നാം എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.